ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കറിവേപ്പില ഒഴികെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഉരുളി വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പി കുറച്ച് മുമ്പേ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു. മോഹൻലാൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മോഹൻലാൽ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ ഒരു തേങ്ങയുടെ ഒരു മുറിയായിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചതച്ചെടുത്തതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗവിലോട്ട് ഒരു ഇരുമ്പിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/2 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 സ്പൂണിനടുത്തോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള തന്നെ പൊടിയാണ്, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണിനടുത്തോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണിനടുത്തോളം ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഒക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തതോ അല്ലെങ്കിൽ പൊടിയായിട്ടുള്ളതോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുട്ടെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കിലോനടുത്തോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിയ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വെള്ളം ഇറങ്ങി വരുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അഥവാ നമ്മൾ ഈ ഒരു ചിക്കൻ അടി പിടിക്കാൻ തോന്നിയാൽ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അടി പിടിക്കുമെന്ന് തോന്നിയപ്പോൾ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. മാത്രമല്ല നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചക്കറീൻ്റെ അതുപോലെ തന്നെ ചുട്ടെടുത്ത തേങ്ങയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഒരു വ്യത്യസ്ത തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ റെസിപ്പീസൊക്കെ കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.